അടുത്ത് പച്ചക്കള്ളം പറയുകയാണ്. ആ രോഗികൾ ഉണ്ടെന്ന് അവരെന്നെ പറഞ്ഞല്ലോ. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോൾ 35ഓളം രോഗികളെ ന്യൂറോ സർജറി വാർഡിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അതിനുശേഷം അവരെ തിരിച്ച് തള്ളി അതിനുള്ള അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇത് രോഗികൾ ഓടിച്ചുകൊണ്ടിരിക്കുക. അത് തീർച്ചയല്ലേ. ഇവിടെ 3-ാം വാർഡിൽ നിന്ന് ഇന്ന് രാവിലെ 3-ാം വാർഡിൽ വന്ന് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ട്രിപ്പ് ഇട്ട് സ്കാനിങ്ങിന് അപ്പുറത്ത് പോയി തിരിച്ചു വന്ന ഒരു പേഷ്യന്റിനെ ഇപ്പോൾ ഉള്ളോട്ട് കയറ്റിയില്ല. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നല്ലോ. ആ ചേച്ചി നിങ്ങളോട് പറഞ്ഞല്ലോ. ഇപ്പൊ അവരിത് പറയുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് അവരെ ഇവിടെയല്ല അപ്പുറത്തെ ബ്ലോക്കിൽ പോകണം, 17-ാം ബ്ലോക്കിൽ പോകണം എന്ന് പറഞ്ഞ ആളുകളെ മാറ്റാണ്. ഒരു ഉത്തരവാദിത്തത്തിന്റെ അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റത്തോടെ നടക്കുക. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ ആളുകളും. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇവിടെ നടക്കണ്ടേ? അന്വേഷണം നടത്തിയ ആളുകളെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വീണ്ടും വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണ്ടേ? അതൊന്നും ഇല്ലെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഈ ജനങ്ങളെ അവരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇപ്പൊ വീണ്ടും പുകയേറുന്ന സാഹചര്യം വരിക. ആരാ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? മറുപടി പറയേണ്ട ആളുകളിൽ നിന്ന് ഒളിച്ചോടുന്നു, നിങ്ങളെ കബളിപ്പിക്കുന്നു, പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നു. അല്ല, ഇവിടെ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള വലിയ ആശങ്കയോടെ നമ്മൾ കണ്ട കാര്യമാണ്. ഇവിടെ ജനങ്ങളുടെ അഭയകേന്ദ്രമാണ് ഈ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് നിലവിലൊരു ആശങ്കയുടെ കേന്ദ്രമാകുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി. അതിൻ്റെ പരിശോധനകൾ നടക്കുമ്പോൾ അഗ്നിശമന സേന അടക്കമുള്ള ആളുകളുടെ ഈ ബിൽഡിംഗ് ഫിറ്റാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നിരിക്കെ ഈ ബിൽഡിംഗ് ആരുടെ അനുമതിയോടെയാണ് ഇവർ പ്രവർത്തിപ്പിച്ചത്? ഇന്ന് 3-ാം വാർഡിൽ രാവിലെ വന്ന് പരിശോധന നടത്തി ട്രിപ്പിട്ട് പോയിട്ടുള്ള രോഗികൾ ഇതിന് പുറത്ത് നിൽക്കുക. അവർ വീണ്ടും സ്കാൻ ചെയ്ത് വീണ്ടും ഉള്ളിൽ കയറാൻ പോകുമ്പോൾ അവർ പറയാണ് ഇനി ഉള്ളോട്ട് കയറ്റുന്നില്ല. രാവിലെ എന്താ സൂപ്രണ്ട് പറഞ്ഞേ? രാവിലെ പ്രിൻസിപ്പൽ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, ഈ ബിൽഡിങ്ങിൽ ആരുമില്ല, രോഗികളില്ല. ഞങ്ങൾ ഇപ്പോൾ ഉള്ളോട്ട് കയറിയപ്പോൾ പറയുന്നു ഇപ്പം രോഗികളില്ല, നേരത്തെ രോഗികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇവർ ആരോടാ കാര്യങ്ങൾ മറയ്ക്കുന്നത്? ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് പരിശോധിച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം വേണ്ടി ബാക്കി ആളുകളെ കയറ്റാൻ. അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ജനങ്ങളുടെ ജീവൻ വെച്ച് ആ ജീവൻ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സമീപനം ഇവരെ സ്വീകരിക്കുക. ഞങ്ങൾക്ക് അതിനോടാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആ തിരുത്താൻ ഇവർ തയ്യാറാകണം. ഈ ബിൽഡിംഗ് ഫിറ്റ് ആവാതെ ഇവിടെ ജനങ്ങളെ പ്രവേശിപ്പിക്കാൻ, അവരുടെ ജീവിതം വീണ്ടും ദുരിതത്തിലേക്ക് കൊണ്ടുപോകാനും പാടില്ല എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നിപ്പോൾ പ്രിൻസിപ്പാളെ കാണും, പ്രിൻസിപ്പാളോട് സംസാരിക്കും. രാവിലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്, ഇപ്പോൾ HDS മെമ്പർ ഇവിടെ ഉണ്ട്, രാവിലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ പരിശോധനയും പൂർത്തീകരിക്കും, ഇത് ഫിറ്റാണെങ്കിൽ ആളുകളെ കയറ്റും, ത്വരിത വേഗത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവർ പിന്നെയും പുക വരുമ്പോഴാണ് ഇത് അങ്ങനെയൊന്നും പറഞ്ഞതിൽ നിന്ന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരികൾ ഈ സ്ഥാപനത്തോടോ ഇവിടുത്തെ ജനങ്ങളോടോ നിലവിൽ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം കാണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടുത്തെ രോഗികൾ ചോദിക്കുന്നു, പൊതുസമൂഹം ചോദിക്കുന്നു. ഞങ്ങൾക്കതിൽ വ്യക്തത വരുത്തണം. പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിലൊക്കെ കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അത് തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും തീപിടുത്തമെന്നൊക്കെ പറഞ്ഞാൽ പണിയിലടക്കം എന്തെല്ലാം അട്ടിമറി നടന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പാകെ വരികയാണ്. കഴിഞ്ഞ ദിവസം അണ്ടർഗ്രൗണ്ടിലാണ് പുകയുയർന്നത് എങ്കിൽ ഇന്ന് 6-ാം നിലയിൽ നിന്ന് പുക ഉയരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആശങ്കകൾ ഇനി ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്ന് നമ്മൾക്ക് പിന്നെ ചർച്ച ചെയ്യാം. എന്തായാലും നിലവിൽ ഇവിടെ വരുന്ന രോഗികളുടെ ജീവൻ വെച്ച് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനടിയന്തരമായി നിലവിൽ ഉയർന്നു വരുന്ന ആശങ്കയ്ക്ക് മറുപടി പറയാൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ തയ്യാറാകണം. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ട ആളല്ല പ്രിൻസിപ്പൽ. നേരത്തെ പ്രിൻസിപ്പൽ വന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ? ഇവിടെ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല, ബിൽഡിംഗ് കാലിയാണെന്ന്. പക്ഷേ ഇപ്പോൾ അവർ പറയാണ് രോഗികൾ ഇപ്പോൾ അല്ല, നേരത്തെ ഉണ്ടായിരുന്നുവെന്ന്. പുറത്ത് വന്നിട്ട് രോഗികളായി രാവിലെ ഇവിടെ വന്ന് ട്രിപ്പിട്ട് പോയിട്ടുള്ള രോഗികൾ പറയുന്നു, ഞങ്ങളിവിടെ രാവിലെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്, 3-ാം വാർഡിൽ പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ട്രിപ്പിട്ടിട്ടുണ്ട്, ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഉള്ളോട്ട് കയറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് കൃത്യമായി ഇത് ചോദിക്കാനും പറയാനും മെഡിക്കൽ കോളേജിൽ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസത്തെ തീപിടുത്തത്തിന് ശേഷം പല ജീവനുകൾ നഷ്ടമായി, അതിൻ്റെ മറ്റു പിന്നാമ്പുറ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള വലിയൊരു ചർച്ചയായിരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോഴും നിരുത്തരവാദിത്തപരമായി ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കളക്ടർ മറുപടി പറയണ്ടേ. ഇതിന്റെ സ്ഥാപനത്തിന്റെ മേലധികാരിക്കൊപ്പം തന്നെ ഈ കോഴിക്കോടിന്റെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അവർ തയ്യാറാകണം.